Guys, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പെപ്റ്റൈഡ്സ് എന്നുള്ളതാണ്. 20 ഇമ്പോർട്ടന്റ് മോസ്റ്റ് ഡിസ്കസ്ഡ് ആയിട്ടുള്ള പെപ്റ്റൈഡ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് വൺ ബൈ വൺ എടുത്തിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻ ദ അപ്കമിംഗ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിറ്റ്നസ്, ലോഞ്ചിവിറ്റി, ബയോ ഹാക്കിംഗ്, ആന്റി ഏജിംഗ് എന്നുള്ള മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് പെപ്റ്റൈഡ്സ്. ചില ആൾക്കാർ പെപ്റ്റൈഡ്സിനെ ഭാവിയിലെ മെഡിസിൻ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ മറ്റുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ ഫിറ്റ്നസ്, റിക്കവറി, റീജനറേറ്റീവ് മെഡിസിൻ എന്നീ ഏരിയാസിൽ അടുത്തൊരു റെവല്യൂഷൻ ആണെന്നാണ് പറയുന്നത്. അതേസമയം ചില ആൾക്കാർ പെപ്റ്റൈഡ്സ് ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്തിട്ട് ഫാറ്റ് ലോസ്, ഇപ്പോൾ സെമോഗ്ലൂട്ടൈഡ് അല്ലെങ്കിൽ ട്രെസപ്പിറ്റൈഡ് അല്ലെങ്കിൽ റെറ്റാട്രൂട്ടൈഡ് അല്ലെങ്കിൽ AOD, നമ്മുടെ ഫ്രാഗ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് ഫാറ്റ് ലോസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മസിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഗ്രോത്ത് ഹോർമോൺ IGF-LR3 പോലെയൊക്കെ, അല്ലെങ്കിൽ ഇഞ്ചുറി റിക്കവറി, നമ്മുടെ BPC-157 ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പെപ്റ്റൈഡ് ആണ്, അല്ലെങ്കിൽ TB500, അതുപോലെ ബ്രെയിൻ ഫംഗ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെലാങ്, CMAX എന്ന് പറയുന്ന പെപ്റ്റൈഡ്സ്, ഹെൽത്തി ഏജിങ്, GHK-CU അല്ലെങ്കിൽ മെലറ്റോണിൻ, എപ്പിത്തലോൺ, അങ്ങനത്തെ പെപ്റ്റൈഡ്സ് ഉപയോഗിക്കുന്നു. പെർഫോമൻസ് എൻഹാൻസ്മെന്റ്, അല്ലെന്നുണ്ടെങ്കിൽ സെക്സ്, ഈവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് DSIP ആണെന്നുണ്ടെങ്കിലും സെക്സിനാണെന്നുണ്ടെങ്കിലും കെസപെപ്റ്റിൻ, അതുപോലെ PT-141 ആ ഒരു അറോസൽ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ യഥാർത്ഥത്തിൽ പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഏത് പെപ്റ്റൈഡ്സ് ആണ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്, അതിൽ ഏതിനാണ് സയൻസിന്റെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ഉള്ളത് അല്ലെങ്കിൽ പിന്തുണ ഉള്ളത്, അല്ലെങ്കിൽ കൂടുതലും ചില പെപ്റ്റൈഡ്സ് വെറും ഹൈപ്പ് മാത്രമാണ്. സോ ഇന്ന് നമ്മൾ ഫിറ്റ്നസ്, പെർഫോമൻസ്, റിക്കവറി, ലോഞ്ചവിറ്റി, റീജനറേറ്റീവ് മെഡിസിൻ എന്നീ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ആ ഒരു 20 പെപ്റ്റൈഡ്സിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഫസ്റ്റ് തന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ഏരിയയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ഫാറ്റ് ലോസ് പെപ്റ്റൈഡ് ആണ്. ഫാറ്റ് ലോസ് പെപ്റ്റൈഡ് ഞാൻ മൂന്നായിട്ട് പറയുന്നുണ്ട്, 3 ജനറേഷൻ ആയിട്ട് എടുക്കുന്നുണ്ട്. അത് സെമാഗ്ലൂട്ടൈഡ് ഫസ്റ്റ് ജനറേഷൻ, ട്രെസപ്പിറ്റൈഡ് സെക്കൻഡ് ജനറേഷൻ, റെറ്റാട്രൂട്ടൈഡ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തേർഡ് ജനറേഷൻ. അത് FDA അപ്രൂവ്ഡ് അല്ല, ഇതുവരെ ഹ്യൂമൻ ട്രയൽസ് ആയിട്ടില്ല, യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ബട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് അതാണ്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. സെമാഗ്ലൂട്ടൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒബേസിറ്റി ട്രീറ്റ്മെന്റിനെ ലോകത്ത് മാറ്റിമറിച്ചിട്ടുള്ള പെപ്റ്റൈഡ് ആണ് സെമാഗ്ലൂട്ടൈഡ്. സെമാഗ്ലൂട്ടൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GLP-1 റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം വയറ് നിറഞ്ഞിരിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. അങ്ങനെ വയറ് നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തോടുള്ള ഒരു ആഗ്രഹം കുറയും, ക്രേവിങ്സ് ഉണ്ടാവില്ല, നമുക്ക് ഹങ്കർ ഉണ്ടാവില്ല, വിശപ്പ് ഉണ്ടാവില്ല. സോ നമ്മൾ ഭക്ഷണം കഴിക്കില്ല, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറച്ചുകൂടി ബെറ്റർ ആകുന്നു. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും സെമാഗ്ലൂട്ടൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിശപ്പില്ലാത്തത് കൊണ്ട് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ വെയിറ്റ് ലോസ് വരാൻ കാരണം എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. നാച്ചുറലി ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ കാലറി ഡെഫിസിറ്റിലേക്ക് പോകുന്നു നോർമലായിട്ട്. സോ സൈഡ് എഫക്റ്റ് ഉണ്ട്, സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു കോമ്പൗണ്ട് ഒന്നല്ല. സാധാരണയായിട്ട് കാണപ്പെടുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നോസിയ, കോൺസ്റ്റിപ്പേഷൻ, ബ്ലോട്ടിംഗ്, ഡൈജസ്റ്റീവ് ഡിസ്കംഫർട്ട് ഒക്കെയാണ്. സോ സെമാഗ്ലൂട്ടൈഡ് നമ്മൾ GLP-1 റിസെപ്റ്റർ ആണ്, അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. അത് പ്രധാനമായിട്ടും വിശപ്പ് അല്ലെങ്കിൽ അപ്പിറ്റൈറ്റ് അല്ലെങ്കിൽ ഹങ്കർ കുറയ്ക്കുന്നത് കൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അടുത്തതാണ് നെക്സ്റ്റ് ജനറേഷൻ, അതാണ് ട്രെസപ്പിറ്റൈഡ്, സെമാഗ്ലൂട്ടൈഡിന്റെ നെക്സ്റ്റ് ജനറേഷൻ. ഇവിടെ 2 റിസെപ്റ്റേഴ്സ് ആണ്, ഒന്ന് GLP-1 സെമാഗ്ലൂട്ടൈഡ് പോലെ തന്നെ, അതേസമയം GIP, ഈ 2 റിസെപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡ്യുവൽ മെക്കാനിസം കാരണം സെമാഗ്ലൂട്ടൈഡിനേക്കാളും ഒരു ബെറ്റർ വെയിറ്റ് ലോസ് ആണ് ട്രെസപ്പിറ്റൈഡിന് കാണിക്കുന്നത്. സോ സെമാഗ്ലൂട്ടൈഡ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒസംപിക്, ട്രെസപ്പിറ്റൈഡ് എന്ന് പറഞ്ഞാൽ മൊഞ്ചാരോ. സിമ്പിൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. സോ ഇത് കൂടാതെ നമ്മളുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ സൈഡ് എഫക്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടി കമ്പാരേറ്റീവ്ലി കുറവാണ് ട്രെസപ്പിറ്റൈഡിൽ കമ്പയർഡ് ടു സെമാഗ്ലൂട്ടൈഡ്. അതുകൊണ്ടാണ് ട്രെസപ്പിറ്റൈഡ് ലോകത്തെ ഏറ്റവും അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഫാറ്റ് ലോസ് പെപ്റ്റൈഡിൽ ഒന്നായിട്ടുള്ളത്. ഇത് ഹ്യൂമൻ ട്രയൽസ് ഒക്കെ കഴിഞ്ഞതാണ്, ഹ്യൂമൻസ് യൂസ് ചെയ്യുന്നതാണ്, FDA അപ്രൂവ്ഡ് ആണ്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, ഇപ്പൊ ഏറ്റവും എക്സൈറ്റിംഗ് ഒബേസിറ്റി ഡ്രഗ് ആയിട്ട് ഉള്ള കാൻഡിഡേറ്റ് ആണ് റെറ്റാട്രൂട്ടൈഡ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്, ഞാൻ യൂസ് ചെയ്യുന്നതാണ്, എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ എല്ലാവരുടെ സെമാഗ്ലൂട്ടൈഡ് ഹങ്കർ സപ്രസ് ചെയ്യുന്നു, മറ്റത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 3 റിസെപ്റ്റേഴ്സ് ആണ്, ഒരുമിച്ച് ഒരു ട്രിപ്പിൾ അഗണിസ്റ്റ് ആണ്. GLP-1, GIP, ഗ്ലൂക്കഗോൺ റിസെപ്റ്റേഴ്സ്. അതായത് ഒരു ട്രിപ്പിൾ അഗണിസ്റ്റ് എന്ന് പറയാൻ 3 റിസെപ്റ്റേഴ്സിനെ ഈക്വലി ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കഗോൺ ആക്ടിവേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വിശപ്പില്ലാണ്ടാക്കും, അത് ഇവിടെ ഉണ്ട്. പിന്നെ രണ്ടാമത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ബെറ്റർ ആക്കും, അതുകൊണ്ട് മൂന്നാമത് എനർജി എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ടും യൂസ് ചെയ്യും. ഇവിടെ കാലറി ബേണിംഗ് കൂട്ടും, ഒന്ന് വിശപ്പില്ലാണ്ടാക്കും, അറ്റ് ദ സെയിം ടൈം കാലറി ബേണിംഗ് കൂട്ടുകയും ചെയ്യും. സോ മറ്റുള്ള വെയിറ്റ് ലോസ് ഡ്രഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വിശപ്പ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ
നോക്കിക്കഴിഞ്ഞാൽ റെറ്റാട്രുട്ടൈഡ്, റെറ്റ ആണ് ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത്. സോ ഇവിടെ നമുക്ക് വിശപ്പ് കുറയ്ക്കും, അറ്റ് ദ സെയിം ടൈം വിശപ്പ് കുറയുന്നു, കാലറി എക്സ്പെൻഡിച്ചർ, എനർജി എക്സ്പെൻഡിച്ചർ കൂടുന്നു. സോ നിങ്ങൾ ചില സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 24-28% വെയിറ്റ് ലോസ് ആണ് ഈവൻ 1 മന്ത് യൂസിൽ നിങ്ങൾക്ക് റെറ്റാട്രുട്ടൈഡിന് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ഓഫ് ഒബേസിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റെറ്റാട്രുട്ടൈഡ് തന്നെയാണ്. ജസ്റ്റ് ദാറ്റ് ഇപ്പൊ നമ്മളുടെ ഒരു ഹ്യൂമൻ യൂസിനുള്ള അപ്രൂവൽ ആയിട്ടില്ല, സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ബട്ട് എനിക്കറിയാം, ഞാൻ അടക്കമുള്ള എൻ്റെ ഫ്രണ്ട്സ് അടക്കമുള്ള എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾ ഭയങ്കര യങ് ആയിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര യു ഫീൽ റിയലി ഗുഡ്. സെമാഗ്ലൂട്ടൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ടയർഡ് ആയിരിക്കും, ട്രെസാപ്പിറ്റൈഡ് ആണെങ്കിൽ നിങ്ങൾ ടയർഡ് ആയിരിക്കും. ഇവിടെ യു ഫീൽ യു ഗോ ബാക്ക് ടു 10 years ബാക്ക്. ഓക്കെ, സോ അടുത്തതാണ് AOD. AOD കുറച്ചും കൂടി ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്. ഗ്രോത്ത് ഹോർമോണിന് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട്. ആ ഗ്രോത്ത് ഹോർമോണിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തേക്കുന്ന ഒരു ഫ്രാഗ്മെന്റ് ആണ്. അതുകൊണ്ടാണ് AOD 9604 ഫ്രാഗ് എന്നാണ് പറയുന്നത്. ഗ്രോത്ത് ഹോർമോണിന്റെ എല്ലാ എഫക്റ്റും ഇല്ല. അതിൽ ഗ്രോത്ത് ഹോർമോണിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഫാറ്റ് മെറ്റബോളിസം. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് മെറ്റബോളിസത്തിന് മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ സിമിലർലി ഇവിടെ ചില സമയങ്ങളിൽ ഫാറ്റ് മെറ്റബോളിസം നടക്കും, ഫാറ്റ് റിലീസാക്കി ബ്ലഡ് സ്ട്രീമിൽ വരും. പക്ഷേ അത് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടാവണം, നിങ്ങൾ വർക്കൗട്ടും കാര്യങ്ങളും വേണം, ഡയറ്റും കാര്യങ്ങളും വേണം, എന്നാലാണ് അത് വരിക. അല്ലെങ്കിൽ അവിടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഫാറ്റ് വരുന്നു, പിന്നെയും സ്റ്റോർ ചെയ്യപ്പെടുന്നു. സോ ഇത് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഭയങ്കരമായിട്ട് ഫാറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾ നല്ല രീതിയിൽ കാലറി ഡെഫിസിറ്റിലാണ്, നല്ല രീതിയിൽ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റിസർച്ചും അങ്ങനെ തന്നെയാണ്. സയൻസിനേക്കാൾ കൂടുതൽ ഇത് ഹൈപ്ഡ് ആണ്. കാരണം നമുക്ക് റെറ്റാട്രുട്ടൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ AODയുടെ ആവശ്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ നല്ലതായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ ഏറ്റവും നല്ലൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഇത് FDA അപ്രൂവ്ഡ് ആണ്. പക്ഷെ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ളത് വേറൊരു പർപ്പസിലാണ്. ടെസാമോർലിൻ, ടെസ എന്നാണ് പറയുന്നത്. വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പെപ്റ്റൈഡാണ് ടെസാമോർലിൻ. വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനെ ചുറ്റി പറ്റിയിട്ടുള്ള ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റാണ്. സോ ടെസാമോർലിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫാറ്റ്, നമ്മുടെ വിസറൽ ഫാറ്റ് എല്ലാം ഉരുകി പോയിക്കോളും. അത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ട് കണക്റ്റഡ് ആണ്, കാർഡിയോവാസ്കുലർ ഡിസീസ് ആയിട്ട് കണക്റ്റഡ് ആണ്, മെറ്റബോളിക് സിൻഡ്രോംസ് എല്ലാം ആയിട്ട് കണക്റ്റഡ് ആണ്. ഇത് ആക്ച്വലി FDA അപ്രൂവ്ഡ് അയക്കുന്നത് ഈ HIV അസോസിയേറ്റഡ് ലിപ്പോഡ് ഡിസ്ട്രോഫി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ ആ രോഗികളിൽ എക്സസ് വിസറൽ ഫാറ്റ് ഉണ്ടാവുന്നുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് FDA അപ്രൂവൽ ഇതിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ ടെസാമോർലിൻ ഭയങ്കര ഫേമസ് ആയിട്ട് ഭയങ്കര വൈഡ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഫാറ്റ് ലോസ് പെപ്റ്റൈഡ് ആണ്. വിസറൽ ഫാറ്റ് നിങ്ങൾക്ക് ആ ആപ്സ് എല്ലാം ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ട് വരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെപ്റ്റൈഡ് ആണ് ടെസാമോർലിൻ. ടെസ എന്നാണ് പറയുന്നത്. സോ റെറ്റ ആൻഡ് ടെസ കോമ്പിനേഷൻ, ദാറ്റ്സ് എ കില്ലർ കോമ്പിനേഷൻ. അത് ലേഡീസ് ആണെങ്കിലും മെയിൽ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഫിസിക്ക് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള രണ്ട് കോമ്പിനേഷൻ ആണ് റെറ്റ ആൻഡ് ടെസ. സെമാഗ്ലൂട്ടൈഡ് എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒബേസിറ്റി ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒസെംപിക് അല്ലെങ്കിൽ മൊഞ്ചാരോ തരുള്ളൂ. അത് FDA അപ്രൂവ്ഡ് അല്ലാത്തത് കൊണ്ടാണ് റെറ്റ. ബട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊരു അഡ്വൈസ് ഒന്നുമല്ല, നോളജ് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത വേൾഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹീലിംഗ് റിക്കവറി പെപ്റ്റൈഡ്സ്. അതിലേറ്റവും പെപ്റ്റൈഡിന്റെ ലോകത്തിൽ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു രാജാവ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് BPC 157 ആണ്. BPC എന്ന് പറഞ്ഞാൽ ബോഡി പ്രൊട്ടക്ഷൻ കോമ്പൗണ്ട് ആണ്. സോ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ടെൻഡൻ ഹീലിംഗ്, നമ്മുടെ ലിഗ്മെന്റ് റിക്കവറി, മസിൽ ഇഞ്ചുറി റിക്കവറി, ഗട്ട് ഹെൽത്ത്, ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഒരു 40 ആണെന്നുണ്ടെങ്കിലും വി ഫീൽ ലൈക്ക് വി ആർ ഇൻ 20s. BPC 157. സോ അനിമൽ സ്റ്റഡീസ് ആണ് നടക്കുന്നത്, പക്ഷെ ഭയങ്കര പ്രോമിസിംഗ് ആണ്. മനുഷ്യരിൽ ഇപ്പോ ക്വാളിറ്റി ഡേറ്റ ലിമിറ്റഡ് ആണ്, ബട്ട് സ്റ്റിൽ എനിക്കറിയാം ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് ചില കേസുകളിൽ 6 months റിക്കവറി വേണം എന്ന് പറയുന്ന ചില ലിഗ്മെന്റ് ടിയറും കാര്യങ്ങളൊക്കെ 3 weeks 4 weeks തന്നെ കവറായിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, സോ ഏറ്റവും ബെസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞ കിങ് ഓഫ് പെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റി ഇൻ ദ പെപ്റ്റൈഡ് വേൾഡ്. നെക്സ്റ്റ് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് TB500. രണ്ടും കൂടി ഒരുമിച്ചാണ്, BPC 157 TB500 ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത്. BPC 157 കുറെ കൂടി ലോക്കൽ റിപ്പയർ ആയിരിക്കും. പക്ഷേ TB500 എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമിക് റിക്കവറി പെപ്റ്റൈഡ് ആണ്. ഇതിന്റെ കോമ്പിനേഷൻ ഒരു ഭയങ്കര ഒരു വോൾവറിൻ സ്റ്റാക്ക് എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു എനർജി, ആ ഒരു പവർ, ആ ഒരു റിക്കവറിയാണ് അത് തരുന്നത്. TB500 BPC 157 വോൾവറിൻ സ്റ്റാക്ക് എന്നാണ് പറയുന്നത്. ഇതിന്റെ കൂടെ വേറൊരു സാധനമുണ്ട് GHK-CU, അതൊരു ഗ്ലോ സ്റ്റാക്ക് എന്നാണ് പറയുന്നത്. അത് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ TB500 പറയുമ്പോൾ ടിഷ്യൂ റിപ്പയർ, ഇഞ്ചുറി റിക്കവറി, വൂണ്ട് ഹീലിംഗ്, മൊബിലിറ്റി ഇംപ്രൂവ്മെന്റ്, അതെല്ലാമായിട്ട് കണക്റ്റഡ് ആണ്.
നെക്സ്റ്റ് വൺ KPV, ആൽഫ MSH. ഇത് മെയിൻ ആയിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ കുറേ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. സോ ആ ഇൻഫ്ലമേഷൻസ് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒബേസിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നതും പല പല രോഗങ്ങൾ വരുന്നതും അസുഖങ്ങളൊക്കെ വരുന്നത്. സോ KPV എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസിന് അല്ലെങ്കിൽ ഗട്ട് ഇൻഫ്ലമേഷന് അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെഗുലേഷൻ എല്ലാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പെപ്റ്റൈഡ് ആണ്. സോ വൺ ടൈം യൂസ്, വെരി ഗുഡ്. അങ്ങനെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാനായിട്ട്. പിന്നെ വരുന്നത് തൈമോസിൻ ആൽഫ 1. അത് ഇമ്മ്യൂൺ സിസ്റ്റം ഒപ്റ്റിമൈസേഷനിലാണ് ഈ ഒരു പെപ്റ്റൈഡ് നോക്കുന്നത്. സോ ഇവിടെ ഇമ്മ്യൂൺ റെഗുലേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൺട്രോൾ എന്നീ കാര്യങ്ങളൊക്കെയാണ് തൈമോസിൻ ആൽഫ 1 ഫോക്കസ് ചെയ്യുന്നത്. ഇനി കുറെ ആൾക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് മസിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് പെപ്റ്റൈഡ്. അതിൽ CJC1295, ഇപ്പാമൊറാലിൻ. ഈ രണ്ട് പെപ്റ്റൈഡും നമ്മൾ ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവ ഒരു സിനർജറ്റിക്കലി ആണത് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്രോത്ത് ഹോർമോൺ റിലീസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സോ ഒന്ന് നമുക്ക് ഗ്രോത്ത് ഹോർമോൺ എക്സ്റ്റേർണലി നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് എടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ CJC1295ഉം ഇപ്പാമൊറാലിനും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഗ്രോത്ത് ഹോർമോൺ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ റിക്കവറി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഗ്രോത്ത് ഹോർമോൺ എന്നുള്ള ബെനിഫിറ്റ് എല്ലാം ഉണ്ടാവും. ലീൻ മസിൽ ഗ്രോത്ത് ഉണ്ടാവും, ബെറ്റർ സ്ലീപ്പ് ഉണ്ടാവും, ഇംപ്രൂവ് പെർഫോമൻസ് ആയിരിക്കും. സോ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഗ്രോത്ത് ഹോർമോൺ നേരിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ ബോഡീനെ സ്വന്തമായിട്ട് ഗ്രോത്ത് ഹോർമോൺ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു 35-40 ഒക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ കുറഞ്ഞു വരും. സോ CJC1295 ഇപ്പാമൊറാലിൻ നല്ല രീതിയിൽ ആ നാച്ചുറൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങൾ എക്സ്റ്റേണൽ ഗ്രോത്ത് ഹോർമോൺ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം ഡയറക്ട്ലി നിങ്ങൾ കൊടുക്കുന്നതും ഇവിടെ നിങ്ങൾ അവിടെ പ്രേരിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ബട്ട് നാച്ചുറലി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെപ്റ്റൈഡ് ആണ് മോട്സി. മോട്സി ലോഞ്ചവിറ്റി സയൻസിൽ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള പെപ്റ്റൈഡിൽ ഒന്നാണ്. കണ്ടിന്യൂസ്ലി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. മൈറ്റോകോൺട്രിയൽ എന്ന് പറയുന്ന പെപ്റ്റൈഡ് ആണ് മോട്സി. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോശങ്ങളുടെ പവർ പ്ലാന്റ്സ് ആണ്, നമ്മുടെ സെൽസിന്റെ ഒരു പവർ പ്ലാന്റ്സ് ആണ്. സോ ഇവിടെ എനർജി പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുക, നമ്മുടെ എൻഡ്യൂറൻസ്, നമ്മുടെ മെറ്റബോളിക് ഹെൽത്ത്, അതുപോലെ ഹെൽത്തി ഏജിങ്, ഈ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു വേറൊരു വേർഷനാണ് SS31. പക്ഷെ മോട്സി ആണ് കുറച്ചും കൂടി ബെറ്റർ. SS31 അത്ര പോപ്പുലർ അല്ല മോട്സിന്റെ അത്രയും, അതുകൊണ്ടാണ് ഞാൻ അതിപ്പോൾ ഡിസ്കസ് ചെയ്യാത്തത്. നെക്സ്റ്റ് വൺ IGF-1 LR3. അത് ഭയങ്കര ഡിസ്കസ്ഡ് ആയിട്ടുള്ള പെപ്റ്റൈഡ് ആണ്. പക്ഷെ ബിഗിനേഴ്സിനുള്ള പെപ്റ്റൈഡ് അല്ല. IGF-1 LR3 എന്ന് പറഞ്ഞ ഒരു ലോങ് ആക്ടിങ് ഒരു ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ആണ്. ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ IGF. ഇത് മസിൽ ഗ്രോത്ത് അല്ലെങ്കിൽ റിക്കവറി അല്ലെങ്കിൽ അനബോളിക് എഫക്ട്സ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ മറ്റ് ഉള്ള പെപ്റ്റൈഡ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിസ്ക് പ്രൊഫൈൽ കൂടുതലാണ്. മെയിൻലി ബോഡി ബിൽഡേഴ്സ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്, IGF-1 LR3. സോ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് വൺ എപ്പിത്തലോൺ. ലോഞ്ചവിറ്റി കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പെപ്റ്റൈഡ് ആണ് എപ്പിത്തലോൺ. ഇത് നമ്മുടെ മെലറ്റോണിൻ പ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ലീപ്പ് ക്വാളിറ്റി, സെർക്കാഡിയൻ റിതം റെഗുലേഷൻ, ഹെൽത്തി ഏജിങ് എല്ലാമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ ടെലോമർ ഹെൽത്തിനെ സ്വാധീനിക്കാം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാഥമിക പഠനങ്ങളും ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്. എപ്പിത്തലോൺ ഒരു സൂപ്പർബ് ലോഞ്ചവിറ്റി മെഡിസിൻ ആണ്. ഹെൽത്തി ഏജിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. ഇനി വരുന്നത് ബ്രെയിൻ പെപ്റ്റൈഡ്സ്. നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങൾ, തിങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ള സെലാങ്ക് ആൻഡ് സിമാക്സ്. സെലാങ്ക് ഒരു ആന്റി ആൻസൈറ്റി പെപ്റ്റൈഡ് എന്നാണ് പറയുന്നത്. അതിൽ നോർമലി നിങ്ങൾക്ക് ഒരു കാംനെസ് ഫീൽ ചെയ്യും, ഒരു ആൻസൈറ്റി റെഡ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഇംപ്രൂവ്ഡ് മെന്റൽ ക്ലാരിറ്റി. ബട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ പേഴ്സൺ അത് അതിന്റെ യൂസും ഇഫക്റ്റും ഒക്കെ വേരി ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് സിമാക്സ്. സിമാക്സ് എന്ന് പറഞ്ഞ ഒരു ന്യൂട്രോപ്പിക് പെപ്റ്റൈഡ് ആണ്. അത് നമ്മുടെ ഫോക്കസ്, അറ്റൻഷൻ, കോഗ്നേറ്റീവ് പെർഫോമൻസ്, മെന്റൽ സ്റ്റാമിന ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കോഗ്നേറ്റീവ് ഫംഗ്ഷൻ ആയിട്ടുള്ള പെപ്റ്റൈഡ്സ് ആണ് ഈ സിമാക്സും സെലാങ്ക് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് കുറേ ആൾക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത്, എസ്പെഷ്യലി ലേഡീസിന്റെ സ്കിൻ ഹെയർ പെപ്റ്റൈഡ് GHK-Cu. ആ ഒരു ബ്ലൂ കളർ പെപ്റ്റൈഡ്. GHK-Cuവിന്റെ സെറംസ് ഒരുപാട് പോപ്പുലർ ആണ്. ഭയങ്കര എഫക്ട്, ടോപ്പിക്കൽ യൂസ് ഭയങ്കര പോപ്പുലർ ആണ്. അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. കോപ്പർ പെപ്റ്റൈഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പെപ്റ്റൈഡ് ആണ്. സ്കിൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, കൊളാജൻ പ്രൊഡക്ഷൻ, ഇലാസ്റ്റിൻ പ്രൊഡക്ഷൻ. നമ്മുടെ സ്കിൻ ടൈറ്റ് ആയിരിക്കും. നമ്മുടെ സ്കിൻ ഏജ് ആവുന്ന അനുസരിച്ച് ലൂസായി വരുമ്പോൾ ആ റിങ്കിൾസ് ഒക്കെ മാറി സ്കിൻ ടൈറ്റ് ആയിരിക്കും. ഇലാസ്റ്റിൻ ആണ് അതിന്റെ ഇമ്പോർട്ടന്റ് ഏജന്റ്. സോ അത് ഇലാസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യും, കൊളാജൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യും, വൂണ്ട് ഹീലിംഗ് വരും. എല്ലാം ഒരു ഓവറോൾ റിപ്പയറിംഗ് ആണ് ബോഡിയിൽ ആക്ച്വലി GHK-Cu നടത്തുന്നത്. ഹെയറിനെ സപ്പോർട്ട് ചെയ്യും.
റൈറ്റ്. ഇതെല്ലാം നമുക്ക് GHK-Cu എന്ന് കിട്ടും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ സെക്സ് റിലേറ്റഡ് ലിബിഡോ ഹോർമോൺ പെപ്റ്റൈഡ്സ് PT141. PT141 നമ്മൾ സാധാരണ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് വയാഗ്ര യൂസ് ചെയ്യും. വയാഗ്ര എന്താണ്? നമ്മുടെ ബ്ലഡ് ഫ്ലോ സർക്കുലേഷൻ കൂട്ടിയിട്ട് നമുക്ക് ആ ഒരു എറക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ PT141 ബ്ലഡ് ഫ്ലോയിലല്ല വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ പാത്വേയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ആ ഒരു ലിബിഡോ എൻഹാൻസ് ചെയ്യും, ബ്രെയിനിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു എറോസൽ ഉണ്ടാവും, എറോസൽ പാത്വേസ് ആക്ടിവേറ്റ് ചെയ്യും, സെക്ഷൽ ഡിസയർ ഉണ്ടാക്കും. വെറുതെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ, സോ ബട്ട് നോസിയ ഒരു സൈഡ് എഫക്റ്റ് ആണ്. പിന്നെ മെലറ്റോണിൻ 2 മെലാനിൻ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ ടാൻ ഉണ്ടാവും. നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അതിൻ്റെ വലിയ ആവശ്യമില്ല. പക്ഷേ സ്കിൻ പിഗ്മെന്റേഷൻ ചേഞ്ച് ചെയ്യും, അതുപോലെ മോൾ ചേഞ്ച് എന്നനുസരിച്ചിട്ട് ചില ഇഷ്യൂസ് ഉണ്ട്. നോർമലി അത് ഫോറിനേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ലിബിഡോ റിലേറ്റഡ് അല്ലേ. അടുത്തത് കിസ്പെപ്റ്റിൻ. കിസ്പെപ്റ്റിൻ 10 ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റിസർച്ചിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പെപ്റ്റൈഡിലൊന്നാണ്. ഇവിടെ GnRH റിലീസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഗ്രോത്ത് ഹോർമോൺ റിലീസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പറഞ്ഞ മാതിരി GnRH. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ LH FSH ലൂട്ടിനൈസിങ് ഹോർമോൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ഫോളിക്കിൾ സ്റ്റിമുലേഷൻ ഹോർമോൺ, ഇവയൊക്കെ നമ്മൾ കൂടുതൽ വരുന്നുണ്ട്. സോ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ, സ്പേം പ്രൊഡക്ഷൻ, ഓവുലേഷൻ, ഫെർട്ടിലിറ്റി, ഇവനൊക്കെ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇത്രയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓരോ ഫംഗ്ഷനും നമ്മൾ ഇതെല്ലാം ബോഡിയിലുള്ള സാധനങ്ങളാണ്. നമ്മൾ 20s നമ്മൾ 30s മിഡിലൊക്കെ എത്തുമ്പോൾ, 30s മിഡിലൊക്കെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 35 ഒക്കെ ആയി കഴിയുമ്പോൾ ഇതെല്ലാം കുറഞ്ഞു വരും. നമ്മുടെ ബോഡിയിലുള്ള കോപ്പർ പെപ്റ്റൈഡ് പോവും, നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് കുറയും, ഇങ്ങനത്തെ എല്ലാം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താവും? നമ്മൾ നേരെ ബാക്ക് ടു 20s എത്തും. നമ്മുടെ ആ ഒരു യൂത്ത്ഫുൾ നേച്ചർ അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതൊരു മാജിക് സൊല്യൂഷൻ ആണെന്ന്. പക്ഷേ അതല്ല റിയാലിറ്റി. പെപ്റ്റൈഡ്സിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നല്ല ഉറക്കമില്ല, അല്ലെങ്കിൽ നല്ല ന്യൂട്രീഷൻ ഇല്ല, നല്ല എക്സസൈസ് ഇല്ല, അതുപോലെ കംപ്ലീറ്റ്ലി സ്ട്രെസ് ആണ്, ഒബേസിറ്റി ഉണ്ട്, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പെപ്റ്റൈഡ്സ് കൊണ്ട് ആ ഒരു വലിയ ഫലങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അതെല്ലാം പെപ്റ്റൈഡ്സ് ഉപയോഗിച്ചും ഓവർകം ചെയ്യാൻ പറ്റും. ഒരു പ്രോപ്പർ ഹെൽത്ത് സ്റ്റൈൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ റെറ്റാട്രോട്ടൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത ഒരു പ്രോപ്പർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റും. സോ ഇതെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാർ, അതായത് സ്ഥിരമായിട്ട് ട്രെയിനിങ് ചെയ്യണം, നല്ല ഭക്ഷണം, ക്വാളിറ്റി ഫുഡ് കഴിക്കണം, സ്ലീപ്പ് പ്രയോറിറ്റൈസ് ചെയ്യണം, അങ്ങനെയുള്ളവർക്ക് ഈ പെപ്റ്റൈഡ്സ് ഒരു അഡീഷണൽ ടൂളായിട്ട് ഉപയോഗിക്കുക. അതൊരു ഷോർട്ട് കട്ട് അല്ല. സോ റിമെമ്പർ, പെപ്റ്റൈഡ് ആ ഒരു വേൾഡ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പെപ്റ്റൈഡ്സിൽ എല്ലാം ഉണ്ട്. ഫാറ്റ് ലോസ് ഉണ്ട്, റിക്കവറി ഉണ്ട്, മസിൽ ഗ്രോത്ത് ഉണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സപ്പോർട്ട് ഉണ്ട്, കോഗ്നേറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, സെക്സ്, ഫെർട്ടിലിറ്റി ഉണ്ട്, ലോഞ്ചവിറ്റി. സോ ചില പെപ്റ്റൈഡ്സിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് എവിഡൻസ് ഉണ്ട്. ഹ്യൂമൻ ട്രയൽസ് എല്ലാം കഴിഞ്ഞതാണ്. സെമാഗ്ലൂട്ടൈഡ്, ട്രിസെപ്റ്റൈഡ്, ഞാൻ പറഞ്ഞ ടെസ്സാമോർലിൻ, അതെല്ലാം. പക്ഷെ ചിലത് പ്രോമിസിങ് റിസർച്ച് സ്റ്റേജിലാണ്. റെറ്റാട്രോട്ടൈഡ്, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ബിഗ്ഗസ്റ്റ് റെവല്യൂഷൻ വൺസ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ്. ചിലതിൽ സയൻസിനേക്കാളും കൂടുതൽ ഹൈപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ AOD പോലെ. നിങ്ങൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് ഒരു ടൂൾ മാത്രമാണ്. നിങ്ങളും വില്ലിങ് ആയിരിക്കണം. പെപ്റ്റൈഡ് എടുത്തത് കൊണ്ട് മാത്രം ആവണമെന്നില്ല. ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ഒരു ഹെൽത്തി ആയിട്ടുള്ള, ഒരു ലോങ് ടേമിൽ നിങ്ങൾക്ക് ഒരു മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്തി ബോഡി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. സോ പെപ്റ്റൈഡ് ഇസ് ജസ്റ്റ് ആൻ അഡീഷൻ. നിങ്ങൾക്ക് വേണ്ടത് പ്രോപ്പർ ട്രെയിനിങ്, പ്രോപ്പർ സ്ലീപ്പ്, ഇന്റലിജന്റ് പ്രോപ്പർ ന്യൂട്രീഷൻ, സ്ട്രെസ് മാനേജ്മെന്റ്. അതിനുശേഷം കൂട്ടത്തിൽ നമ്മൾ പെപ്റ്റൈഡ് ഉപയോഗിച്ച് സപ്ലിമെന്റ് ചെയ്യുക. നിങ്ങളൊരു 10 years 15 years ബാക്കിലേക്ക് പോകും. ഇതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ കൂടുതൽ പെപ്റ്റൈഡ്സിന്റെ സയൻസും ഓരോ പെപ്റ്റൈഡ്സും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. See you there.